Good morning, viewers. In the broad market, red la കാണുന്നത്. So മാർക്കറ്റിൽ സെല്ലായിട്ട് എനിക്ക് തോന്നുന്നത്. സോ നിഫ്റ്റി എസ്പെഷ്യലി എൻ്റെ മാർക്കറ്റ് ഓവർ വ്യൂ കാണുന്നത് സ്പോട്ട് ലെവൽ കാണുന്നത് 24,636 ഞാൻ സ്പോട്ട് ലെവൽ കാണുന്നത്. സോ ഇന്നത്തെ ഡേ റേഞ്ച് നോക്കുകയെന്ന് വെച്ചാൽ 24,600 and 24,677. You can roughly take it as 24,700. പിന്നെ റെസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഞാൻ കാണുന്നത് 24,700 24,800 ഹെവി കോൾ റൈറ്റിംഗ് കോൺസെൻട്രേഷൻസോട് കാണുന്നു. സോ സപ്പോർട്ട് ലെവൽ കാണുന്നത് 24,500 24,200 പുട്ട് റൈറ്റിംഗ്സോട് കാണും. സോ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് മാർക്കറ്റിൽ ഇതായിരിക്കും എൻ്റെ സപ്പോർട്ട് സോൺ. സോ ഐ വിൽ ബി എ സെല്ലർ ഇൻ ദ മാർക്കറ്റ് ടുഡേ. കാരണം വെച്ചാൽ മാർക്കറ്റ് എല്ലാ ബ്രോഡ് ഓട്ടോ സെക്ടർ ആയാലും എല്ലാം റെഡിലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. സോ ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റി പറയുകയാണെങ്കിൽ 58,063 സ്പോട്ട് ലെവൽ കാണിച്ചിരുന്നില്ല. ഇന്നത്തെ ഡേ റേഞ്ച് ഞാൻ കാണുന്നത് 57,700 അപ്പർ ലെവല്, 58,000 അപ്പർ ലെവല്, 57,700 ബിലോ, ഏകദേശം 57,500 ലെവൽ വരെ പോവാം. സോ പക്ഷേ ബാങ്ക് നിഫ്റ്റി കുറച്ച് റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നതുകൊണ്ട് സോ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റിയുടെ കാണുന്നത് 58,200 58,450. സോ ഇത് ഈ റേഞ്ചാണ് ഞാൻ റെസിസ്റ്റൻസ് കാണുന്നത്. സോ 58,500 വരെ ബാങ്ക് നിഫ്റ്റിക്ക് മൂവ് ചെയ്യാനുള്ള അപ്പറിൽ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. പലവേ ഇന്ന് SBIന്റെ ഒരു ബോർഡ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. സോ ബാങ്ക് നിഫ്റ്റി ഇന്ന് ശ്രദ്ധിക്കുക. പിന്നെ കീ സപ്പോർട്ട് ലെവല് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, നിഫ്റ്റിന്റെ 24,800 അതിൻ്റെ ഒരു മാക്സിമം റെസിസ്റ്റൻസ് ഞാൻ കാണുന്നത്. മാക്സിമം റെസിസ്റ്റൻസ് 24,800 24,500 ആ റേഞ്ചിൽ ട്രേഡ് ചെയ്യാനാണ് സാധ്യത. ദാറ്റ്സ് വാട്ട് മൈ പ്ലാൻ. സോ ഇപ്പോൾ ആസ് ലോങ് ആസ് നിഫ്റ്റി ഹോൾഡ്സ് അബൌട്ട് 24,500 സപ്പോർട്ട് ഫ്ലോറിലാണെങ്കിൽ അതൊരു ബ്രോഡ് കൺസോളിഡേഷൻ അവിടെ കാണുന്നുണ്ട്. സോ പിന്നെ 24,700 കഴിഞ്ഞാൽ മാർക്കറ്റ് അഗെയിൻ പുഷ് അപ്പ്. പിന്നെ വേറെ ന്യൂസ് മാർക്കറ്റിൽ പറയുന്നത് വെച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ ഇന്ന് മീറ്റിംഗ് നടക്കുന്നുണ്ട്. പിന്നെ റിസൾട്ട് വരുന്ന കമ്പനികൾ ഇന്ന് ട്രെൻഡ്, ബ്രിട്ടാനിയ, ലൂപ്പിൻ, ഹീറോ മോട്ടോർ, LIC, ഫോർട്ടീസ് ഹെൽത്ത് ഒക്കെ കാണുന്നത്. പക്ഷെ LIC ഓൾറെഡി കറക്റ്റഡ് ആയിട്ട് കാണുന്നു. സോ LIC ഒക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ട്രെൻഡിൻ്റെ റിസൾട്ട് എനിക്ക് വലിയ റിസൾട്ടായി തോന്നുന്നില്ല. ഹീറോ മോട്ടോഴ്സിൻ്റെ നല്ല നമ്പേഴ്സായി പറയുന്നത്. പിന്നെ ഇത് 2 IPO വരുന്നുണ്ട്. അത് ഒന്ന് വരുന്നത് ലീപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു IPO ആണ്. അത് 2,480 കോടി IPO വരുന്നത്. പിന്നെ അതുപോലെ ടെക്നോ ക്രാഫ്റ്റ് വെഞ്ചേഴ്സ് എന്നൊരു വേറൊരു കമ്പനീൻ്റെ IPO ഇന്ന് വരുന്നുണ്ട്. ഈ ലീപ്പ് ഇന്ത്യയെ കുറിച്ച് എനിക്ക് പറയാനുള്ള വെച്ചാൽ അതിന്റെ ഇഷ്യൂ സൈസ് കാണുന്ന 2,480 കോടിയാണ്. ഫ്രഷ് ഇഷ്യൂ കാണുന്നത് 480 കോടി. ഓപ്പൺ ഓഫറിൽ കാണുന്ന 2,000 കോടിന്റെ കാണുന്നത്. അതിന്റെ പ്രൈസ് ബാൻഡ് വരുന്നത് 151 159 പെർ ഷെയറിന്റെ വരുന്നത്. ലോട്ട് സൈസ് 94 ആണ്. സോ നിങ്ങൾക്കൊരു മിനിമം റീറ്റെയിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5,000 രൂപ, 14,996 രൂപ അതിന്റെ റീറ്റെയിൽ ഇൻവെസ്റ്റേഷൻ വരും. പിന്നെ വാല്യൂഷൻ പറയുന്നത് വെച്ചാൽ അത് ഹൈ വാല്യൂഷൻ ആയിട്ടാണ് ഈ കമ്പനി തോന്നുന്നത്. ഈ കമ്പനി എനിക്ക് ബേസിക്കലി ലോജിസ്റ്റിക് ഉണ്ടാക്കുന്ന ഇങ്ങനെ ഈ സപ്ലൈ ലോജിസ്റ്റിക് സർവീസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പക്ഷെ നമ്പേഴ്സ് ഒക്കെ നല്ലതാണ്. പക്ഷേ ഇത് വാല്യൂഷൻ കറണ്ട് വാല്യൂഷൻ PE എലിവേറ്റഡ് 111x PE ഉള്ളത്. സോ പിന്നെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് വെച്ചാൽ കമ്പനിയുടെ ടോട്ടൽ ബോറോയിങ് കാണുന്ന 1,017 ബോറോയിങ് കാണുന്നുണ്ട്, ഇത്ര കോടി രൂപ. പക്ഷെ അതിൽ 300 കോടി രൂപ അവർക്ക് ഫ്രഷ് ഇഷ്യൂ ചെയ്തിട്ട് ഈ ഡെപ്റ്റ് റിഡക്ഷനാണ് ഈ പൈസ ഉപയോഗിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഇതൊരു ലോങ് ടേമിൽ മേ ബി നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യും. പക്ഷേ ഈ കമ്പനി മാർക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് ഡെപ്റ്റ് റിഡക്ഷൻ ഉപയോഗിക്കുന്ന കേട്ടെ. സോ ഗ്രേ മാർക്കറ്റിൽ ഓൾറെഡി അത് 12% അപ്പാണ് ചെയ്യുന്നത്. സോ അതൊരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യാൻ മതി. പിന്നെ വേറെ ടെക്നോ ക്രാഫ്റ്റ് വെഞ്ചേഴ്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനി. ടെക്നോ ക്രാഫ്റ്റ് വെച്ച് EPC കോൺട്രാക്ടർ ആണ്. അതിന്റെ ലോട്ട് സൈസ് വരുന്നത് 70 ഷെയർ വരുന്നത്. അതിന്റെ പ്രൈസ് ബാൻഡ് 200 212 റേഞ്ചിലാണ് വരുന്നത്. സോ അതിന്റെ ഇഷ്യൂ സൈസ് തന്നെ 251 കോടിയായിരുന്നു ഫ്രഷ് ഇഷ്യൂ വരുന്നത്. സോ അതുകൊണ്ട് ലീപ്പ് ഇന്ത്യയും ടെക്നോ ക്രാഫ്റ്റ് വെഞ്ചേഴ്സും ഇത് 2 കമ്പനികളാണ് ഇന്നിപ്പം ലിസ്റ്റിംഗിൽ വരാൻ പോകുന്നത്. സോ ഈ 2 കമ്പനിയും നിങ്ങൾ വാച്ച് ചെയ്യുക. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ലീപ്പ് ഇന്ത്യയിൽ റിസ്ക് കൂടുതലാണ്. കാരണം ഹൈ വാല്യുവേഷൻ മൾട്ടിപ്പിൾ ആകും. പിന്നെ അത് മറ്റേതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ EPC വർക്കിംഗ് ക്യാപിറ്റൽ അത് ഗവൺമെന്റ് കോൺട്രാക്ട്, അത് റിസ്ക് ആണ് കുറച്ച്. ഗവൺമെന്റ് കോൺട്രാക്റ്റിൽ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത്. സോ ഇതൊക്കെയാണ് ഇത് മാർക്കറ്റ്. സോ ലെറ്റ് us see മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഞാനിപ്പം. സോ താങ്ക് യു വെരി മച്ച് ഫോർ ബീയിങ് മൈ ചാനൽ. പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. ഹാവ് എ